നടൻ ടിനി ടോമിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അൻസിബ നിയമോപദേശം തേടിയിരിക്കുന്നു. പരാതി നിലനിൽക്കുമെന്നാണ് നിയമോപദേശം. നീനാക്കുരുപ്പ് അടക്കമുള്ളവരെ സാക്ഷിയാക്കും. റംഷ സിപിയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ടിനി ടോമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് അൻസിബ വെളിപ്പെടുത്തിയത്. അതിൽ ജിഹാദി പരാമർശം ഉൾപ്പെടെ ഉണ്ടായി എന്നതാണ് ഗുരുതരമായ കാര്യം. ടിനി ടോമിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ മതം മാറ്റുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചു എന്ന നിലയിൽ ടിനി ടോം പ്രചരണം നടത്തി എന്നതാണ് അൻസിബ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിലാണ് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ അൻസിബ തയ്യാറാവുകയും ചെയ്യുന്നത്. നമ്മുടെ EC ഗ്രൂപ്പിൽ ടിനി ടോം ഉൾപ്പെടെ കുറച്ച് അംഗങ്ങൾ ഭയങ്കര പ്രശ്നം, സെക്രട്ടറിയെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. പറയുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയിൽ എപ്പോഴും സ്പോൺസേഴ്സ് കുറെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഒരു കാറ്ററിംഗ്, അവർ വിചാരിച്ചൊരു കാറ്ററിംഗ് ടീമുണ്ട്. ആ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. കുറേ ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ ഹരാസ് ചെയ്യണ, അതായത് ജനറൽ സെക്രട്ടറിയെ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2-3 ദിവസം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയിട്ട് മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് നാളെ ഒരു സ്ത്രീനെ എങ്ങനെ പരിഹസിക്കാനും ഇങ്ങനെ ഹരാസ് ചെയ്യാനും ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് 10-17 പേരുള്ള ഒരു ഗ്രൂപ്പ്, അതിൽ നാണാവണില്ല ഇങ്ങനെ വന്നിട്ട് ഹരാസ് ചെയ്യാനും ഭയങ്കര മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. സ്ത്രീ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ എനിക്കെതിരെ എന്നെ ടാണി ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട പരാതിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മറുപടിയാണ് മോശമായി പെരുമാറി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടന്നു. സ്റ്റേജിൽ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മ അംഗങ്ങൾക്കിടയിൽ ഇതെല്ലാം അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്ത വിവാദങ്ങളൊന്നും പ്രശ്നമല്ല, പ്രശ്നങ്ങളൊന്നും കണ്ണിലെന്ത് വിവാദം. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ അവസാനം വരെ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളത്. ഇതിനകത്ത് ടിനി ടോമിനെതിരെ ഇപ്പോൾ ഈ ആരോപണം വന്നേക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അൻസിബയുടെ കൂടെയും ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടന ഈ ടിനി ടോമിന്റെ കൂടെയാണ്. അതിലെ ഒരു പക്ഷം ആൾക്കാരും ടിനി ടോമിന്റെ കൂടെയാണ്. ഇതിനകത്ത് ഇപ്പം പറഞ്ഞില്ലേ, അമ്മയ്ക്കകത്ത് ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് നടന്നേക്കുന്നത്. ഈ ടിനി ടോമിന് എന്ന് പറയുന്ന വ്യക്തിക്ക് പോലീസോ നിയമമോ ഒന്നും ഒരു പ്രശ്നമല്ലാത്ത ഒരു രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റവും സംസാരവും. അതുമാത്രമല്ല, പുള്ളിക്ക് അമ്മയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും ഹോൾഡ് കിട്ടിയതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത്തരത്തിലുള്ള ഒരു ഹോൾഡാണ് പുള്ളിക്ക് അമ്മയിൽ ഉള്ളത്. അതുമാത്രമല്ല, അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ശ്വേതാമേനോൻ ഉൾപ്പെടെ ഉള്ളവർക്ക് പൂർണ്ണമായ സപ്പോർട്ടാണ് ടിനിക്ക് കൊടുക്കുന്നത്. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുമ്പം അത് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ അൻസിബ ഉന്നയിച്ചേക്കുന്ന അലിഗേഷന് നിങ്ങൾക്കറിയാലോ, ആ കുട്ടിയെ മതതീവ്രവാദിയാക്കി ചിത്രീകരിച്ചു, ടിനി ടോമിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ മതം മാറ്റാൻ നോക്കി, അതേപോലെ ജിഹാദി എന്ന് വിളിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ ചിലപ്പോൾ അത് സംഭവിച്ചാണോ അല്ലയോ എന്നുള്ളത് തെളിയട്ടെ. ഇതിനൊക്കെ പുറത്ത് ഈ വിഷയം ഇത്രയും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാൻ കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ, ഈ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അതായത് അമ്മയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനത്തിരുന്ന വ്യക്തി അത് രാജിവെച്ചിട്ട് അമ്മയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരാതി പറയുമ്പം ആ പെണ്ണിനെ അത് കേൾക്കാൻ തയ്യാറാകാതെ നിങ്ങളെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി. അതിൻ്റെ പേരിലാണ് മീഡിയയും പിന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഈ അൻസിബയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടിനി ടോമിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ അമ്മ സംഘടന ഭൂരിഭാഗം പേര് നിൽക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. വിവാദങ്ങളൊന്നും ഇതിൽ പ്രശ്നമല്ല, പ്രശ്നങ്ങളൊന്നും കണ്ണിലെന്ത് വിവാദമാ. അല്ല, അതല്ലേ പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾ തുടരുന്നു. ജോലി ചെയ്യാം, വിവാദം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇതിനകത്ത് അമ്മയുടെ മേധാവിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ശ്വേതാമേനോന്റെ പുറകെ നിൽക്കുന്ന ആരാണ്? ഈ പറയുന്ന വിവാദ നായകനാണ്. അതിൻ്റെ ഒരു ആക്കിയുള്ള ചിരിയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടോ. ഇപ്പോൾ അങ്ങ് ഏതാണ്ട് സംഭവിക്കും, നിങ്ങളെല്ലാം കൂടെ അങ്ങ് മലത്തിൽ തരും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവരൊരു കളിയാക്കി ചിരിയോട് കൂടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് ശ്വേതാമേനോൻ പറയുന്നത് നിങ്ങൾ മീഡിയക്കാരെല്ലാവരും കൂടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്, വേറൊന്നുമില്ലെന്ന്. ഒരു പെണ്ണ് വന്നിട്ട് ഇതിനെതിരെ അമ്മയ്ക്കകത്ത് പരാതി നൽകിയിട്ട് അവർ നെവർ മൈൻഡിലാണ് എടുത്തത്. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടായ, അതുകൂടെ ഞാൻ വെക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എന്നിട്ടാണ് ഇവരൊക്കെ ന്യായം പറയുന്നത്. പാർവതി തിരുവോത്തൊക്കെ മാഞ്ഞതുപോലെ ഈ അൻസിബ എന്ന് പറയുന്ന നടിയും വാനിഷാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഈ അൻസിബയ്ക്ക് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം ഒന്ന് കേൾക്കാം. പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നോട്. പ്രസിഡന്റിനോട് ഞാൻ പരാതി പറയാൻ വിളിച്ചപ്പോൾ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞു. ഈ 75 lakhs എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ പൈസ. ആ പൈസ 2 lakhs ആണെങ്കിൽ 2 lakhs കിട്ടിയിട്ടുണ്ട്. 2 കോടിയാണെങ്കിൽ 2 കോടി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ എനിക്കെതിരെ എന്നെ ടാണി ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട പരാതിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മറുപടിയാണ്, ദിസ് ഇസ് പേഴ്സണൽ അൻസിബ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. പിന്നെ യു നോ വൺ തിങ്, 75 lakhs ആണ്. ഞാൻ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയതാണ്. 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി കിട്ടിയെന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, താങ്ക് യു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരാൾ പരാതി പറയുമ്പോൾ ഞാൻ മുന്നേ എന്തിനെയാണോ എതിർത്തത് ആ കാര്യമാണ് അടുത്തതായിട്ട് എന്നോട് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ വീണ്ടും പോയി പരാതി പറയൂ? സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു 3 മണിക്കൂറോളം ഹറാസ് ചെയ്തു. ഈ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ രേഷ്മ
അവിടെ എസ്ഐയുടെ മുറിയിൽ ഞാൻ കയറി. ഞാൻ ചെന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരാതിക്കാരി എത്തിയത്. പരാതിക്കാരിയുടെ ഒരു കുഞ്ഞുമായിട്ടാണ് വന്നത്. ഈ കുഞ്ഞ് എസ് ഐ ഇരിക്കുന്ന ടേബിളിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡെസ്ക് പോലെ ഒരു സാധനമുണ്ട്. അതിന്റെ അവിടെ കയറി ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ട്. അപ്പൊ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു കുഞ്ഞ് വന്നിട്ട് അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ കംഫർട്ടാണ്. ഒറ്റയടിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംഫർട്ടബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് എസ് ഐ എന്നോട് പറയുന്നത് അൻസിബ ചെയ്തത് വലിയ തെറ്റാണ്. അൻസിബ ഈ മെസ്സേജ് അയച്ചത് കാരണം ഈ സ്ത്രീക്ക് എന്താ അനുഭവിക്കേണ്ടി ഈ സ്ത്രീക്കാണ് അയച്ചത്. ഈ സ്ത്രീയുടെ പേഴ്സണൽ മൊബൈലിലേക്ക് അയച്ച മെസ്സേജാ. അത് ഞാൻ അയച്ച മെസ്സേജിന് റോങ് ആയിട്ടുള്ള ഒരു അർത്ഥം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരു മോശം വാക്ക് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എസ് ഐ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരുടെ ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ടോ? അത് ആ സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ പോലും ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കേസ് എടുക്കണമെന്നാണ്. FIR ഇടണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ലല്ലോ അവിടുത്തെ പ്രശ്നം. അൻസിബ ചെയ്തതാണ് തെറ്റ്. അയാൾക്കെതിരെ FIR ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം എന്നെ 3 മണിക്കൂർ അവിടെ ഇരുത്തി ഹരാസ് ചെയ്തു. നീന കുറുപ്പ് ചേച്ചിയെ പണ്ട് ഒരു മെമ്പർ അശ്ലീല വാക്കുകളും തെറി വിളിക്കുന്നതും പ്രാക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ സാധനം ഈ ഇതുപോലത്തെ വാക്കുകളാണ് ഈ എക്സിക്യൂട്ടീവ് മെമ്പർ SIയുടെ മുന്നിൽ നിന്നിട്ട് എന്നെ പറയും. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഒരു സ്ത്രീയായ ഈ അൻസിബ ഒരു പരാതി പറയാൻ വേണ്ടി അമ്മയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ പ്രസിഡന്റിനെ വിളിച്ചപ്പം അവർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. അത് നിങ്ങളുടെ സ്വന്തം കാര്യമാണ്, അമ്മയ്ക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്കുക എന്നുള്ള മട്ടിലാണ് അവരതിനെ തള്ളിക്കളഞ്ഞത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം ഇവരെല്ലാവരും ടിനി ടോമിൻ്റെ ഭാഗത്താണ്. അത് മാത്രമല്ല, ഈ അൻസിബ കേസ് കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പം അതിന് മുമ്പായിട്ട് തന്നെ വേറൊരു വ്യക്തി എന്തെടുത്ത് അൻസിബയ്ക്കെതിരെ ഒരു കേസ് ഈ സ്റ്റേഷനിൽ കൊടുക്കുകയും കേസ് കൊടുക്കാൻ പോയ അൻസിബയെ അവിടെ പിടിച്ചിരുത്തി അവരെല്ലാം കൂടെ ക്രൂശിക്കുകയും ചെയ്ത കഥയാണ് ഇപ്പം അൻസിബ പറഞ്ഞത്. ഇപ്പം ഈ അൻസിബയ്ക്കെതിരെ ആരാണ് കേസ് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടായോ? അപ്പോൾ അവർ പറയുന്നത് കൂടെ ഒന്ന് വെക്കാം, അതുകൂടെ വെക്കണമല്ലോ, അതുകൂടെ ഒന്ന് കാണുക നിങ്ങൾ. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ, അൻസിബയുടെ പേരിൽ ഒരു FIR ഇടണമെന്നോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ആവശ്യം എന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ നിന്നിട്ട് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ ഒന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി ആരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടും വരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഹിൽ പാലസ് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അൻസിബയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റിൽ ഈ ഒരു 2 വരി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ്, ഞാൻ സ്റ്റേഷനിൽ നിന്ന് അൻസിബയെ പല ആവർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ അൻസിബയാണ് ഇതിന് മത തീവ്രവാദം ആരോപിച്ചുകൊണ്ടും അൻസിബയെ ജിഹാദി എന്ന് ആരോ പരാമർശിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കേസ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് ജനുവരി 24 അൻസിബ ലോങ് മെസ്സേജ് ഇടുന്നത്. ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന പുള്ളി അറിയാലോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു അലിഗേഷൻ ഇവർക്കെതിരെ വന്നത്. കുറച്ച് കാശ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന്, കുറച്ചല്ല ഒരു നല്ല എമൗണ്ട് ഇവർ അടിച്ചു മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്ന് അതിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് എസ്കേപ്പ് ആയി നിൽക്കുന്ന സമയമാണ്. അപ്പം ഇവരെത്ര സത്യസന്ധത പുലർത്തുന്ന ആളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്താണ് അമ്മയ്ക്കകത്ത് നടക്കുന്നത് എന്നുള്ളതും ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി തകർക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതും. ഇതിനകത്ത് ഇനിയിപ്പം ഈ ടോമണ്ണന് ഈ അൻസിബയോട് ഇത്ര ഇഷ്ടക്കേട് വരാനുണ്ടായ കാരണം എന്താ നിങ്ങൾക്ക് അറിയണ്ടായ? അതൊന്ന് കേൾക്കുക. IFFKയിൽ അമ്മ ഡിന്നർ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിന്നർ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് എന്തോ പൈസയൊക്കെ സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ EC മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അത് പാസ്സാക്കി. അങ്ങനെ IFFKയിൽ ഡിന്നർ പാർട്ടി നടക്കുന്നു. അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ IFFKയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ഈ നമ്മുടെ EC ഗ്രൂപ്പിൽ ടിനി ടോം ഉൾപ്പെടെ കുറച്ച് അംഗങ്ങൾ ഭയങ്കര പ്രശ്നം, സെക്രട്ടറിയെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. സെക്രട്ടറി പാർട്ടി നടത്തിയത് നന്നായില്ല, മോശമായിപ്പോയി, ഇത്ര പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ പറയുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയിൽ എപ്പോഴും സ്പോൺസേഴ്സ് കുറേ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഒരു കാറ്ററിംഗ്, അവർ വിചാരിച്ച ഒരു കാറ്ററിംഗ് ടീമുണ്ട്, ആ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. സെക്രട്ടറി വേറെ കാറ്ററിംഗ് ടീമിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഇതായിരുന്നു ഇവരുടെ പ്രശ്നം. അപ്പൊ ഇതെനിക്ക് മനസ്സിലായി. അപ്പൊ കുറെ ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ ഹരാസ് ആണ്, അതായത് ജനറൽ സെക്രട്ടറിയെ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2-3 ദിവസം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയിട്ട് മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് നാളെ ഒരു സ്ത്രീനെ എങ്ങനെ പരിഹസിക്കാനും ഇങ്ങനെ ഹരാസ് ചെയ്യാനും ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് 10-17 പേരുള്ള ഒരു ഗ്രൂപ്പ്
അതിൽ നാണാവണില്ല ഇങ്ങനെ വന്നിട്ട് ഹരാസ് ചെയ്യാൻ ഭയങ്കര മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെയല്ലേ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് പാസ്സാക്കിയത് IFFK ഡിന്നർ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പാസ്സാക്കിയിട്ട് ഇപ്പോൾ ഒരാളുടെ തലയിൽ മാത്രം ബ്ലെയിം ചെയ്യുന്നത് എന്തിനാ? അത് ഭയങ്കര മോശമല്ലേ എന്ന് വെച്ചു. ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. അത് മുതൽ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യ. അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ഒരു അടുത്ത EC മീറ്റിംഗിൽ ഇതേ വിഷയം വീണ്ടും ഉന്നയിച്ചു. വീണ്ടും ഇതേ ഹരാസ്മെന്റ്. ഇദ്ദേഹത്തിന്റെ ഭാഷ ശരിയല്ല. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ട്രിഗർ ചെയ്യുന്ന പോലെയുള്ള ഭാഷ ഉപയോഗിക്കും. അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ച സമയത്ത് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മോശം അശ്ലീല പദങ്ങൾ അശ്ലീല പദങ്ങൾ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മീറ്റിംഗിന്റെ ഇടയിലൊക്കെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ ഇദ്ദേഹം തുറന്നു വെച്ചാൽ ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, അൻസിബ ആയിരുന്നല്ലോ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചപ്പോൾ IFFK ഡിന്നർ കൊടുത്തതിന്. അപ്പൊ അൻസിബ ഞങ്ങളെ പറ്റിച്ചിട്ടാണ് സെക്രട്ടറി ഇത് നേടിയെടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും പ്രായമില്ലേ മനുഷ്യ, ഈ ഇത്രയും പ്രായമുള്ള നിങ്ങളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ മോശമല്ലേ? അത് വിവരക്കേടാണ് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇതിനകത്ത് ഈ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടുമാണ് കാര്യങ്ങൾ പറയുന്നത്. കാര്യം വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടിക്ക് ഒരു ഇത് കിട്ടണമെങ്കിൽ, നീതി കിട്ടണമെങ്കിൽ അത് പ്രോപ്പർ നമ്മുടെ കോടതി വഴിയേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നിയമം വഴിയേ കിട്ടത്തുള്ളൂ. അമ്മ എന്ന സംഘടന ഈ കുട്ടിക്ക് കൂടെ നിൽക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല, ഒരു ഉറപ്പുമില്ല. കാര്യം ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അൻസിബ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഈ ടിനി ടോമിനെ ഇവരെന്താണ് ഇത്രയും തലയെ കയറ്റി വെച്ചേക്കുന്നത് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ടിനിയണ്ണൻ്റെ ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ഈ നീനാക്കുറിപ്പായിട്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ, അതിനെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം അതിന് പുള്ളി ഒരു മറുപടി പറയുന്ന വീഡിയോ ഉണ്ട്. അതുകൂടെ ഒന്ന് കാണുക നിങ്ങൾ. മോശമായി പെരുമാറി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ സ്റ്റേജിൽ നടക്കുന്നില്ല. സ്റ്റേജിൽ നമ്മളെല്ലാവരും അങ്ങോട്ട് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അംഗങ്ങൾക്കിടയിൽ ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്റെ മനസ്സിലുണ്ടാവല്ലോ. സ്റ്റേജിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാലുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിക്കും. നിങ്ങൾക്ക് ചോദിച്ചത് നിങ്ങൾ ഇത്രയും പത്രക്കാരല്ല, നിങ്ങൾ ചോദിച്ചത് മേടിച്ച് കാണിക്കും. നിങ്ങളാണ് ഇപ്പൊ എന്നെ കാണിച്ചിരുന്നത്. നിങ്ങളുടെ അറിവാണ് ഞങ്ങൾക്കുള്ളത്. ഇവർക്ക് ആർക്കും ഒന്നിനെ കുറിച്ചോ, അമ്മയെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചോ, അമ്മയെ കൊടുക്കുന്ന പരാതികളെ കുറിച്ചോ ഇവരാരും ഒന്നും അറിയുന്നില്ല. മീഡിയക്കാർ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇവർ ഈ പ്രശ്നങ്ങളെല്ലാം അറിയുന്നത്. പിന്നെ എന്ത് സംഘടനയായി, നിങ്ങൾ എന്ത് സംരക്ഷണമാണ് അതിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്? എന്താണ് അവിടെ നടക്കുന്നത്? കുറേ പ്രമുഖ നടന്മാരുണ്ടല്ലോ നമ്മുടെ, ഇവരൊന്നും എന്താണ് മിണ്ടാത്തത്? ഒന്നും അതിനും പറ്റത്തില്ലെങ്കിൽ ഈ പേര് മാറ്റി നിങ്ങൾ അയൽക്കൂട്ടമെന്നോ എന്തെങ്കിലും പേരാക്കണം, അല്ലെങ്കിൽ ഈ സംഘടന പിരിച്ചുവിട്ടിട്ട് എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് പോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടിനിയണ്ണൻ ഈ ഒരു വിവാദത്തിൽ ഒരു പ്രതികരണം കൂടെ പറയുന്നുണ്ട്, അതുകൂടെ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശേഷം മാർച്ച് 2 ഞങ്ങളുടെ EC മീറ്റിംഗിലും ഇത് പറഞ്ഞിട്ടില്ല, രാജിവെച്ചു എന്നുള്ളത്. പിന്നെ മെയ് 12 EC മീറ്റിംഗിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിലിട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു, എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മളെടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എൻ്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ അത് വേറെ ആരോ പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുത്തു. അതങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതോറിറ്റീസിനെ കേട്ടിരിക്കണം. ഒരു നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടേ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് വേറെ ആൾ പറഞ്ഞു. അതെ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടുന്ന് വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്കെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എന്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. അപ്പൊ നമ്മൾ ഇതിന്റെ പിന്നാലെ കഷ്ടപ്പെട്ട് കൂടുമ്പോൾ ഇന്ന് മനോഹരമായ ഒരു ദിവസം എനിക്ക് ഇങ്ങനത്തെ വിവാദങ്ങളോ ഇതിലൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഈ പൊളിറ്റിക്സിലും ഞാൻ നിൽക്കാത്തതാണ്. അതും എന്റെ ശോഭ കെടുത്തി എന്ന് പറയാൻ പറ്റില്ല. എനിക്കിതിലുള്ള അലിഗേഷന്റെ പ്രൂഫ് വേണ്ടേ? ഈ പറയുന്ന ആള് എന്റെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ മുസ്ലിം അത് വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ അത് വേറൊരു കേസായിട്ട്, അതൊക്കെ പോട്ടെ, അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇതിനകത്ത് ഉള്ളൊരു കേസായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിഹാദി എന്ന് വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് അൻസിബ എന്ന് പറയുന്ന ഒരു നടി ഒരു ആരോപണം ഉന്നയിച്ച് അമ്മയിൽ തന്നെ ഉന്നയിച്ചപ്പം സംഘടനയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി ആ സ്ഥാനം രാജിവെച്ചിട്ട് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അവരെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി, അവർക്ക് നീതി ലഭിച്ചില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ജനങ്ങളെല്ലാം നോക്കിക്കണ്ടതും. അതും മാത്രമല്ല, എന്താണ് പിന്നെ ഇതിനെ മീഡിയ ഏറ്റെടുത്തതും. പിന്നെ വേറൊരു കേസായിട്ട് ഈ കൂട്ടത്തിൽ പറയട്ടെ, നിങ്ങളതങ്ങനെ അഥവാ ഇതിങ്ങനെ മതം പറഞ്ഞോ ഇത് പറഞ്ഞോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധമായ തെമ്മാടിത്തരമാണ് എന്നേ പറയാനുള്ളത്. കാര്യം ഒരു കലാകാരനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിക്കോ ചേർന്ന നടപടിയല്ല ടിനി ടോമെ എന്നുള്ളതുള്ളൂ എനിക്ക് പറയാനുള്ളത്. ബാക്കി ഈ കാണുന്ന ജനങ്ങളും ഈ നാട്ടുകാരും ബാക്കിയുള്ളവരും തീരുമാനിക്കട്ടെ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. എന്തായാലും നീതി കിട്ടണം എന്നുള്ളത് ആണ് നമുക്ക് പറയാനുള്ളത്. ഈ പാർവതിയെ പോലെയൊക്കെയുള്ള അവരൊക്കെ പിന്നെ അവർ ചെയ്തത് കൊണ്ടായിരിക്കാം മാഞ്ഞു പോയതുപോലെ ഇതിൻ്റെ പേരിൽ ഈ നടി വാനിഷായി പോകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. താങ്ക്